സർവേഷാം കൃതി നമസ്കാരഃ. നമ്മൾ കുറച്ച് നാൾക്ക് മുന്നേ ശത്രാന്ത പ്രത്യയങ്ങളെ നമ്മൾ പരിചയപ്പെട്ടു അല്ലേ? അതിൻ്റെ ചതുർത്ഥി വിഭക്തി വരെയുള്ള രൂപങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ അതിലെ ഈ വിശേഷണമായിട്ടാണ് ഈ ശത്രാന്തം ഉപയോഗിച്ചത് എന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ ആ വിശേഷണവും അതിൻ്റെ ആ വിശേഷണം എന്ന് പറഞ്ഞത് ശത്രാന്തമാണ്. അപ്പോൾ ആ വിശേഷണത്തിന് എല്ലാ വിഭക്തികളിലും രൂപങ്ങൾ ഉണ്ട് എന്നുകൂടി ഞാൻ ശത്രാന്തത്തിൻ്റെ തുടക്കത്തിലുള്ള ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ശത്രാന്തത്തിൻ്റെ വിഭക്തി രൂപങ്ങളെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പഠ്യധാതുവിൻ്റെ ശത്രാന്തത്തിൻ്റെ 7 വിഭക്തികളിലുമുള്ള രൂപങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പം ഞാനിവിടെ പറയും തോറും അവിടെ എഴുതി കാണിക്കുന്നതായിരിക്കും. ആദ്യത്തെ പഠ്യധാതുവിൻ്റെയാണ്, പുല്ലിംഗമാണ്. പഠൻ, പഠന്തൗ, പഠന്തഃ. ഇത് പ്രഥമ വിഭക്തിയാണ്. അത് പുല്ലിംഗമാണ്. ഏകവചനം, ദ്വിവചനം, ബഹുവചനം എന്നീ ഓർഡറിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം തൊട്ട് ഒരിക്കൽ കൂടി പറയാം. പഠൻ, പഠന്തൗ, പഠന്തഃ. പഠന്തം, പഠന്തൗ, പഠതഃ. പഠതാ, പഠദ്ഭ്യാം, പഠദ്ഭിഃ. പഠതേ, പഠദ്ഭ്യാം, പഠദ്ഭ്യഃ. പഠതഃ, പഠദ്ഭ്യാം, പഠദ്ഭ്യഃ. പഠതഃ, പഠതോഃ, പഠതാം. പഠതി, പഠതോഃ, പഠത്സു. ഇനി സംബോധന പ്രഥമ. ഹേ പഠൻ, ഹേ പഠന്തൗ, ഹേ പഠന്തഃ. മനസ്സിലായല്ലോ. അപ്പോൾ ഇതിൻ്റെ നമ്മൾ പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി. അപ്പോൾ ഈ ചതുർത്ഥി വിഭക്തി വരെയുള്ള രൂപങ്ങൾ നമ്മൾ പഠിച്ചതാണ്. ഇനി പഞ്ചമി, ഷഷ്ടി, സപ്തമി ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ അതിന് മുന്നായിട്ടാണ് ഈ വിഭക്തി രൂപങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ ആദ്യം തന്നെ ഇത് പരിചയപ്പെടുത്തേണ്ടതായിരുന്നു. പക്ഷേ ആ ശത്രാന്തത്തിൻ്റെ പഠിപ്പിക്കുന്ന സമയത്ത് ഇതിങ്ങനെ പരിചയപ്പെടുത്താൻ സാധിച്ചില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഈ മുഴുവൻ വിഭക്തികളുടെ രൂപങ്ങൾ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പ്രാക്ടീസ് ചെയ്തത് പഠ്യധാതുവിൻ്റെയാണ്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് കൃധാതുവിൻ്റെ നമുക്കതൊന്ന് നോക്കാം. ഇപ്പോൾ ഈ പഠ്യൻ്റെ സ്ഥാനത്ത് കൃധാതുവിനെ നേരിട്ട് നമുക്ക് മാറ്റിയാൽ മതി. അപ്പം ഞാനിവിടെ പഠ്യൻ്റെ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. എവിടെയെല്ലാം വ്യത്യാസം വരുന്നു എന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ കൃധാതു: കുർവൻ, കുർവന്തൗ, കുർവന്തഃ. കുർവന്തം, കുർവന്തൗ, കുർവതഃ. കുർവതാ, കുർവദ്ഭ്യാം, കുർവദ്ഭിഃ. കുർവതേ, കുർവദ്ഭ്യാം, കുർവദ്ഭ്യഃ. കുർവതഃ, കുർവദ്ഭ്യാം, കുർവദ്ഭ്യഃ. കുർവതഃ, കുർവതോഃ, കുർവതാം. കുർവതി, കുർവതോഃ, കുർവത്സു. ഹേ കുർവൻ, ഹേ കുർവന്തൗ, ഹേ കുർവന്തഃ. മനസ്സിലായല്ലോ. അപ്പോൾ പഠ്യൻ്റെ ആ സ്ഥാനത്ത് നമ്മൾ കുർവൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചേർത്തു. ഇനി ഇതുപോലെ മറ്റൊരു ധാതു ലിഖ് തന്നെ നമുക്ക് എടുക്കാം. ലിഖൻ, ലിഖന്തൗ, ലിഖന്തഃ. ലിഖന്തം, ലിഖന്തൗ, ലിഖതഃ. ലിഖതാ, ലിഖദ്ഭ്യാം, ലിഖദ്ഭിഃ. ലിഖതേ, ലിഖദ്ഭ്യാം, ലിഖദ്ഭ്യഃ. ലിഖതഃ, ലിഖദ്ഭ്യാം, ലിഖദ്ഭ്യഃ. ലിഖതഃ, ലിഖതോഃ, ലിഖതാം.
ലിഖതി, ലിഖതോവോ, ലിഖത്സു. ഹേ ലിഖൻ, ഹേ ലിഖന്തൗ, ഹേ ലിഖന്തഃ. അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാ ധാതുക്കളെയും ഇങ്ങനെ 7 വിഭക്തികളിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ അതേ രൂപങ്ങളിൽ നമുക്ക് മാറ്റി മാറ്റി നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും. നമുക്ക് ഏത് ക്രിയാപദമാണോ അല്ലെങ്കിൽ ഏത് ശത്രന്ത രൂപമാണോ നമുക്ക് ആവശ്യം അതിനനുസരിച്ചിട്ട് വിഭക്തി രൂപം നമ്മളിങ്ങനെ നിർമ്മിച്ചാൽ മതി. പിന്നെ ഒരു കാര്യം, ഈ രൂപങ്ങളെല്ലാം തന്നെ ഏതെങ്കിലും ഒരു ധാതുവിനെ നമ്മൾ കാണാതെ പഠിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ അത് നമുക്ക് എഴുതുവാനും ആ സമയത്ത് നമുക്ക് എഴുതുവാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ തന്നെ എഴുതി പ്രാക്ടീസ് ചെയ്യുമല്ലോ, ഒരു വ്യത്യാസം ഇവിടെ വരുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകൾക്ക് മുന്നേ നമ്മൾ ചതുർത്ഥി വിഭക്തി പരിചയപ്പെട്ടതാണ് അല്ലെ, ഇതേ ശത്രന്തത്തിന്റെ. അതേപോലെ തന്നെ നമുക്ക് പഞ്ചമി വിഭക്തിയുടെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇപ്പൊ ഞാൻ പഠിതാതുവിന്റെ ഞാനിവിടെ എഴുതിയിട്ടുണ്ട് അല്ലെ. അതിന്റെ എന്താണ് പഞ്ചമി വിഭക്തി രൂപം? പഠതഃ അല്ലെ. അതുപോലെ കൃധാതുവിന്റെ കുർവതഃ, ലിഖ് ധാതുവിന്റെ ലിഖതഃ, ഹസ് ധാതുവിന്റെ ഹസതഃ, പാ ധാതുവിന്റെ പിബതഃ, ഗം ധാതുവിന്റെ ഗച്ഛതഃ എന്നിങ്ങനെ സെയിം രൂപങ്ങൾ തന്നെയാണ്. ആ ധാതുക്കളെ മാത്രം നമ്മൾ ഒന്ന് മാറ്റിയാൽ മതി, രൂപങ്ങളെല്ലാം ഒരേപോലെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പഞ്ചമി വിഭക്തിയുടെ രൂപങ്ങളെ, നമുക്ക് വാക്യങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പൊ ആദ്യം പഠന നമുക്ക് എടുക്കാം അല്ലെ. പഠതഃ എന്നാണ് ശത്രന്ത രൂപം. അതിനോടൊപ്പം നമ്മൾ വിശേഷ്യം നമ്മൾ ചേർക്കണം. ഏതാണ് ഈ വിശേഷ്യങ്ങൾ? രാമഃ, കൃഷ്ണഃ, ദേവഃ, വൃക്ഷഃ, വാനരഃ, മാതാ, പിതാ, പുത്രഃ, സഹോദരഃ, വാതായനം, മിത്രം, വിദ്യാലയഃ, കലാലയഃ, ആതുരാലയഃ, പുത്രി, ജ്യേഷ്ഠഃ, അനുജഃ എന്നിങ്ങനെ തുടങ്ങിയ എല്ലാ നാമപദങ്ങളും നമുക്ക് ഈ വിശേഷ്യമായിട്ട് നമുക്ക് സ്വീകരിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള വിശേഷണ പദമായ ശത്രന്തം ഏതാണ്? പഠതഃ. അതിനോടൊപ്പം എന്തെങ്കിലും ഒരു വിശേഷം ഞാൻ ചേർക്കുകയാണ്. ബാലക ശബ്ദം തന്നെ ഞാൻ എടുക്കുകയാണ്. പഠതഃ ബാലകാദ് അല്ലെ. അപ്പൊ എന്തുകൊണ്ടാണ് ഇവിടെ പഞ്ചമി വിഭക്തി, ശത്രന്തത്തിന്റെ പഞ്ചമി വിഭക്തി രൂപം പഠതഃ എന്നാണ്. അതേപോലെ തന്നെ ബാലക ശബ്ദത്തിന്റെ പഞ്ചമി വിഭക്തി തന്നെ അവിടെ ചേർക്കണം. അപ്പോൾ എങ്ങനെയാണ് വരിക? ബാലകാദ്. ഇത് വിശേഷണ വിശേഷ്യത്തിന്റെ നിയമമാണ്. വിശേഷ്യത്തിനനുസരിച്ച്, അതായത് ബാലക ശബ്ദത്തിനനുസരിച്ചിട്ട് അതിന്റെ വിശേഷണമായ ശത്രന്തത്തെ നമ്മൾ ചേർക്കണം. രണ്ടും ഒരേ വിഭക്തിയിലും വചനത്തിലും വരണം. ഓക്കെ, അപ്പോൾ ഇവിടെ പഠതഃ ബാലകാദ് അല്ലെ. പഠിച്ചുകൊണ്ടിരിക്കുന്ന ബാലകനിൽ നിന്നും, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ബാലകനേക്കാൾ, പഠിച്ചുകൊണ്ടിരിക്കുന്ന ബാലകൻ ഹേതുവായിട്ട് എന്നിങ്ങനെ 3 അർത്ഥങ്ങളാണ് ഈ പഞ്ചമി വിഭക്തിയിൽ വരുന്നത്. അത് നമുക്ക് സാഹചര്യം അനുസരിച്ചിട്ട് ഈ 3 അർത്ഥങ്ങളിൽ ഏതാണോ ആവശ്യം അത് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് പഠതഃ ബാലകാദ് പുസ്തകം പതതി. പഠിച്ചുകൊണ്ടിരിക്കുന്ന ബാലകനിൽ നിന്നും പുസ്തകം വീഴുന്നു. ഓക്കെ, പഠിച്ചുകൊണ്ടിരിക്കുന്ന ബാലകനിൽ നിന്നും പുസ്തകം പതതി. അപ്പൊ ഈ ഒരു ഉദാഹരണം മനസ്സിലായല്ലോ. പഠതഃ ബാലകാദ്. ഇവിടെ ഈ ബാലകന്റെ സ്ഥാനത്ത് നമുക്ക് ആരെ വേണമെങ്കിലും നമുക്ക് ചേർക്കാം. പുല്ലിംഗത്തിലുള്ള ആരെ വേണമെങ്കിലും നമുക്ക് ഇവിടെ ചേർക്കാം. ബാലകഃ, അതുപോലെ പുത്രഃ, ജ്യേഷ്ഠഃ, അനുജഃ, സഹോദരഃ എന്നിങ്ങനെ പുല്ലിംഗത്തിലുള്ള ഏതൊരു വിശേഷ്യ പദവും നമുക്ക് ഇവിടെ ചേർക്കാം. ഓക്കെ, ഇനി ഇതേ തന്നെ ഷഷ്ടി വിഭക്തി രൂപം എങ്ങനെയാണ് വരിക? ഈ ശത്രന്തത്തിന്റെ പഠധാതുവിന്റെ പഠതഃ തന്നെയാണ് അല്ലെ, അതിലൊരു വ്യത്യാസമില്ല. പക്ഷെ വിശേഷ്യത്തിൽ മാറ്റം വരും. നമ്മൾ നേരത്തെ ബാലകാദ് എന്നാണ് ചേർത്തത്. ഇവിടെ ഈ ഷഷ്ടി വിഭക്തിയിൽ വരുന്ന സമയത്ത് എന്താണ് വരിക? ബാലക ശബ്ദത്തിന്റെ ഷഷ്ടി വിഭക്തി എന്താണ്?
ബാലകസ്യ അല്ലേ? അപ്പോൾ എങ്ങനെ ഈ വാക്യം നിർമ്മിക്കാൻ സാധിക്കും? പഠതഃ ബാലകസ്യ അല്ലേ? പഠിച്ചുകൊണ്ടിരിക്കുന്ന ബാലകന്റെ, പഠിച്ചുകൊണ്ടിരിക്കുന്ന ബാലകന്റെ പേര് രാമൻ എന്നാകുന്നു അല്ലേ? പഠതഃ ബാലകസ്യ നാമ രാമഃ അസ്തി. മനസ്സിലാവുന്നുണ്ടല്ലോ? പഠിച്ചുകൊണ്ടിരിക്കുന്ന ബാലകന്റെ പേര് രാമൻ എന്നാകുന്നു. അപ്പൊ ഇവിടെ അതിൻ്റെ എന്നൊരു ഷഷ്ഠി വിഭക്തിയിലുള്ള അർത്ഥമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഷഷ്ഠി വിഭക്തിയിൽ മറ്റ് അർത്ഥങ്ങളും എല്ലാം ഉണ്ട്. അതല്ല, നമുക്ക് ഏത് അർത്ഥം വേണമെങ്കിലും നമുക്ക് സ്വീകരിക്കാം. അതിനനുസരിച്ചിട്ടുള്ള വിശേഷ പദം നമുക്ക് അവിടെ ചേർക്കണമെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പഡ് എടുക്കുന്നത് കൊണ്ട് പഠതഃ ബാലകസ്യ നാമ രാമഃ എന്ന് ഞാനിവിടെ സ്വീകരിച്ചു. ഇതേപോലെ തന്നെ സപ്തമിയിൽ എടുക്കുന്ന സമയത്തോ പഡ് ധാതുവിന്റെ സപ്തമി വിഭക്തി രൂപം എന്താണ്? പഠതി അല്ലേ? അത് എഴുതിയിട്ടുണ്ട്, പഠതി. അതുപോലെ ബാലക ശബ്ദത്തിന്റെ സപ്തമി വിഭക്തി രൂപം എന്താണ്? ബാലകേ അല്ലേ? അപ്പൊ എങ്ങനെ നമുക്ക് വാക്യം നിർമ്മിക്കാം? പഠതി ബാലകേ ഉത്തമഃ വിചാരഃ അസ്തി. പഠതി ബാലകേ ഉത്തമഃ വിചാരഃ അസ്തി. പഠിച്ചുകൊണ്ടിരിക്കുന്ന ബാലകനിൽ നല്ല വിചാരങ്ങൾ ഉണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഇവിടെ ഞാൻ ഈ ബാലക ശബ്ദത്തിന്റെ മാത്രമാണ് ഞാനിവിടെ ഉപയോഗിച്ചത്. ഇതുപോലെ ഈ പഠ ധാതുവിന്റെ സ്ഥാനത്ത് നമുക്ക് കൃ ധാതുവിനെയും നമുക്ക് ചേർക്കാം. അപ്പൊ കൃ ധാതുവിന്റെ പഞ്ചമി വിഭക്തി രൂപം എന്താണ്? കുർവതഃ അല്ലെ? ചെയ്തുകൊണ്ടിരിക്കുന്ന എന്ന് നമ്മൾ സ്വീകരിക്കാം. ചെയ്തുകൊണ്ടിരിക്കുന്ന എന്ന് പറഞ്ഞ ഒരു അർത്ഥത്തിൽ നമുക്ക് ഇവിടെ എങ്ങനെയുള്ള വാക്യമാണ് സ്വീകരിക്കുക? ലേഖനം കുർവതഃ എന്ന് നമുക്ക് ചേർക്കാം. എഴുത്തിനെ ചെയ്തുകൊണ്ടിരിക്കുന്ന. അപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നൊരു മീനിങ് കിട്ടിയല്ലോ. ലേഖനം കുർവതഃ ബാലകാത് ലേഖനീ പതിത. ലേഖനം ചെയ്തുകൊണ്ടിരിക്കുന്ന ബാലകനിൽ നിന്നും പേന വീണു അല്ലെങ്കിൽ പേന വീഴുന്നു. പതിതാന്നോ അല്ലെങ്കിൽ പദതീന്നോ എന്ന് നമുക്ക് ചേർക്കാം. ഒന്നും കൂടി ഈ ഒരു ഉദാഹരണം പറയാം. ലേഖനം കുർവതഃ ബാലകാത് ലേഖനീ പദതി അല്ലെ? പേന വീഴുന്നു അല്ലെങ്കിൽ ലേഖനി അപതത് എന്നും പറയാം. വീണു. പതിത എന്ന് പറഞ്ഞാൽ വീണു എന്ന് തന്നെയാണ് മീനിങ്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ കുർവതഃ എന്നതിന്റെ ഷഷ്ടി എന്താണ്? അല്ല, കൃ ധാതുവിന്റെ ഷഷ്ടി എന്താണ്? കുർവതഃ തന്നെയാണ് അല്ലെ? അപ്പോൾ ആ ഷഷ്ടി വിഭക്തിയിലുള്ള വാക്യം കൂടി നിർമ്മിച്ചാലോ? ലേഖനം കുർവതഃ ബാലകസ്യ നാമ രാമഃ. ലേഖനത്തെ ചെയ്തുകൊണ്ടിരിക്കുന്ന ബാലകന്റെ പേര് രാമൻ എന്നാകുന്നു അല്ലെ? അപ്പോൾ ഇവിടെ ബാലകന്റെ, അവിടെയാണ് നമ്മൾ വിഭക്തി അർത്ഥങ്ങൾ നമ്മൾ ചേർക്കുന്നത്. മനസ്സിലായല്ലോ? ഇനി ഇതേപോലെ കൃധാതുവിന്റെ സപ്തമി എങ്ങനെയാണ്? കൃധാതുവിന്റെ സപ്തമി കുർവത്തി അല്ലെ? ലേഖനം കുർവത്തി ബാലകേ. ലേഖനം കുർവതി ബാലകേ. ലേഖനം ചെയ്തുകൊണ്ടിരിക്കുന്ന ബാലകനിൽ ഉത്തമഃ വിചാരഃ അസ്തി. ലേഖനത്തെ ചെയ്തുകൊണ്ടിരിക്കുന്ന ബാലകനിൽ നല്ല വിചാരങ്ങൾ ഉണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഞാൻ ഇന്ന് ഒരർത്ഥം മാത്രമേ ഞാൻ ഓരോ വിഭക്തികളിൽ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇതേപോലെ മറ്റ് അർത്ഥങ്ങളും നമുക്കിവിടെ കൊടുക്കാൻ സാധിക്കും. ഓക്കെ.
ഓക്കെ, അപ്പോൾ ഞാൻ വിഭക്തി അർത്ഥങ്ങളെല്ലാം തന്നെ എൻ്റെ നേരത്തെയുള്ള വീഡിയോസിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും കൂടി ഒന്ന് കണ്ടതിന് ശേഷം ഈ ശത്രാന്തത്തിൽ അതൊന്ന് പ്രയോഗിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓണാശംസാः. ധന്യവാദः.